അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി സബ്ഖ് നമ്പർ 1, ഹദീസ് നമ്പർ 876. ഹദീസ് പഠന പരമ്പര മുത്തവൽ കോഴ്സിന് തയ്യാറാക്കിയ ക്ലാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് അഷ്റഫിൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ളലാലഹ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അല്ലാഹു ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, ഭാര്യ, മക്കൾ, ശിഷ്യന്മാർ, മുഹബ്ബീങ്ങൾ, മുസന്നിഫീങ്ങൾ, നമുക്കെല്ലാവർക്കും അല്ലാഹു അവൻ്റെ ലിഖാ റിളയെ നൽകട്ടെ. ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു വലിയ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖൽബിൽ ഇൽമും വറഉം തഖ്വയും അല്ലാഹു നിറച്ചു തരട്ടെ. നമ്മൾ ഓതുന്ന കിതാബ് സ്വഹീഹുൽ ബുഖാരി. പഴയ കിതാബിൽ 120-ാമത്തെ പേജാണ്. കിതാബ് മാറുമ്പോൾ പേജുകളൊക്കെ മാറും, എങ്കിലും പഴയ കിതാബിൽ പേജ് 120. കിതാബുൽ ജുമുഅ, നമ്മൾ ഓതുന്ന ഭാഗം കിതാബുൽ ജുമുഅയാണ്. 11-ാമത്തെ കിതാബാണ്. ഖുർആനിൽ ഓരോ സൂറത്ത് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നത് പോലെ സ്വഹീഹുൽ ബുഖാരിയിൽ ഓരോ കിതാബുകൾ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ധാരാളം കാണാം. ഖുർആനിൽ ധാരാളം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉള്ളതുപോലെ സ്വഹീഹുൽ ബുഖാരിയിലും ധാരാളം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാണാം. ഖുർആനിൽ ഓരോ സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഉള്ളതുപോലെ സ്വഹീഹുൽ ബുഖാരിയിൽ ഓരോ കിതാബിൻ്റെ ഓരോ ഭാഗങ്ങളുടെ തുടക്കത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാണാം. നമ്മൾ ഓതുന്നത് 11-ാമത്തെ ബാബാണ്. അതിനു മുമ്പ് ധാരാളം ബാബുകൾ 10 ബാബ് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്തസർ കോഴ്സിൽ ഏതാനും ഭാഗങ്ങൾ നമ്മൾ ഓതി പൂർത്തിയാക്കിയിട്ടും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓതുന്ന കിതാബുൽ ജുമുഅയാണ്. അതിന് മുമ്പത്തെ ഭാഗം കിതാബുൽ അദാൻ, അതിനു മുമ്പ് കിതാബ് മവാഖീത്തി സ്വലാ, അതിനു മുമ്പ് കിതാബ് സ്വലാ, അതിനു മുമ്പ് കിതാബ് തയമ്മും, അതിനു മുമ്പ് കിതാബുൽ ഹൈള്, അതിനു മുമ്പ് കിതാബുൽ ഗുസ്ൽ, അതിനു മുമ്പ് കിതാബുൽ വുളൂ, അതിനു മുമ്പ് കിതാബുൽ ഇൽമ്, അതിനു മുമ്പ് കിതാബുൽ ഈമാൻ. ഇങ്ങനെ 10 ഭാഗങ്ങളാണ് മുമ്പിലുള്ളത്. പിന്നെ 11-ാമത്തെ ബാബാണ്, 11-ാമത്തെ കിതാബാണ് നമ്മൾ പഠിക്കുന്നത്. കുറേ ബാബുകൾ കൂടിയതാണ് ഒരു കിതാബ്. അപ്പോൾ കിതാബിൻ്റെ ചുവട്ടിൽ കുറേ ബാബുകൾ ഉണ്ടാവും. കിതാബുൽ ജുമുഅ അല്ലേ, ജുമുഅയെ പരാമർശിക്കുന്ന അധ്യായം. അതിൽ തന്നെ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബാബു ഫറദിൽ ജുമുഅ. ജുമുഅ ഫറദാണ് എന്നത് വിവരിക്കുന്ന അധ്യായം. ജുമുഅ ഫറദാണ് എന്ന് വിവരിക്കുന്ന പാഠം. ആദ്യമായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരായത്താണ് കൊടുത്തിട്ടുള്ളത്. ലിഖൗലില്ലാഹി തആല. ആദ്യം പറഞ്ഞത് ഒരായത്താണ്. പരിശുദ്ധമായ ഖുർആനിലെ 62-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ജുമുഅ. 28-ാമത്തെ ജുസ്ഇൽ അവസാന ഭാഗത്ത് 62-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ജുമുഅ. 11 ആയത്തുള്ള സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ ആയത്താണ് ഇന്ന് പാഠഭാഗത്ത് വന്നിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സുബ്ഹാനല്ലാഹ്. 4 പോയിന്റാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, വിശ്വസിച്ചവരെ, ഇദാ നൂദിയ ലിസ്വലാത്തി, ഇദാ നൂദിയ വിളിക്കപ്പെട്ടാൽ, ലിസ്വലാത്തി നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, മിൻ യൗമിൽ ജുമുഅത്തി ജുമുഅ ദിവസത്തിൽ, വെള്ളിയാഴ്ചയിലെ ജുമുഅ ദിവസത്തിൽ നിസ്കാരത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കപ്പെട്ടാൽ. അപ്പോൾ ഇദാ നൂദിയ ലിസ്വലാത്തി എന്ന് പറഞ്ഞാൽ ഫറളായ നിസ്കാരങ്ങൾക്കാണ് ബാങ്കിലൂടെ ജനങ്ങളെ വിളിക്കുന്നത്. ളുഹ്ർ, അസ്ർ, മഗ്രിബി, ഇങ്ങനെ ഫറളായ നിസ്കാരങ്ങൾക്കാണ്
ജമാഅത്തിന് വേണ്ടി ജനങ്ങളെ വിളിക്കുന്നത്. തറാവീഹ് വിത്ർ പോലത്തെ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് എങ്ങനെ വിളിക്കുക? അസ്വലാത്ത ജാമിഅ, അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇദാ നൂദിയ ലിസ്വലാത്തി എന്ന് പറഞ്ഞാൽ ജുമഅക്ക് വേണ്ടി ബാങ്ക് കൊടുക്കുക. ബാങ്കിലൂടെ ഹയ്യ അല സ്വലാ, ഹയ്യ അൽ ഫലാ, ഇങ്ങനെ ബാങ്കിലൂടെ നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, അതാണ് ഒരു കാര്യം. രണ്ട്, വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ല, ഫസ്ഔ നിങ്ങൾ വേഗം പോകണം, ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകണം. അപ്പോൾ രണ്ടാമത് പെട്ടെന്ന് അതിന് ഉത്തരം കൊടുക്കണം എന്നുള്ളൊരു അർത്ഥമാണ്. മൂന്നാമത്തെ പോയിന്റ് വദറുൽ ബൈഅ, വദറു നിങ്ങൾ ഉപേക്ഷിക്കണം, അൽ ബൈഅ കച്ചവടം. വാങ്ങ് കൊടുത്താൽ പിന്നെ കച്ചവടം പാടില്ല. ഷട്ടർ വേഗം താത്ത, വേഗം പള്ളിയിൽ പോവുക. മൂന്ന് കാര്യമായി. ഒന്ന്, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അതിന് വേണ്ടത് ചെയ്യണം. രണ്ട്, വസ്ഔ ഇലാ ദിക്രില്ല, അള്ളാഹുവിന് വേണ്ടി വേഗം പെട്ടെന്ന് പോകണം. പോവുക പറഞ്ഞാൽ ഓടിപ്പോവുക എന്നുള്ള മാന വെക്കരുത്. ജമാഅത്തിന് ഓടി പോവുക എന്നുള്ളത് അദബിനെതിരാണ്, സുന്നത്തിനെതിരാണ്. ഫതുഹുൽ മുഈനിലൊക്കെ കാണാം, അതേപോലെ നടന്ന് ഹൈബത്തും വഖാറിലും പോകണം. ഇതൊരു ഇബാദത്തിലേക്കാണ് പോകണത്. ചാടിപ്പടഞ്ഞ് പോകാൻ പാടില്ല. സമാധാനത്തിൽ, ഒരു മുഅ്മിനല്ലേ, സമാധാനത്തിൽ പോകണം, ശാന്തിയോടെ പോകണം. അപ്പോൾ കച്ചവടമൊക്കെ ഒഴിവാക്കി ദുനിയാവിൻ്റെ കാര്യത്തിൽ നിന്നൊക്കെ നേരെ ഇലാഹി ചിന്തയിലേക്ക്, നിസ്കാരത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ചിന്തയിലേക്ക്, ദിക്രില്ല, ദൈവസ്മരണയിലേക്ക്, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് തിരിയുക, പെട്ടെന്ന് പോവുക. ദാലിക്കും, അത്, ഖൈറുൻ നല്ലതാണ്, ലക്കും നിങ്ങൾക്ക് അതാണ് നല്ലത്. ദാലിക്കും അതാവുന്നത് ഖൈറുൻ നല്ലതാണ്, ലക്കും നിങ്ങൾക്ക്, ഇൻകുൻതും നിങ്ങളാണെങ്കിൽ, തഅലമൂന നിങ്ങളത് അറിയുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇപ്പം ഖൈറെന്ന് പറയുമ്പോൾ വീണ്ടും ജുമുഅ ഫർളാണ് എന്ന് ഖൈർ എന്ന വാക്കിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കല്ല, വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കല്ല, വിളിക്കപ്പെട്ട വേഗം പൊയ്ക്കോളിയും, അത് ഖൈറാണ്. ഖൈർ എന്ന വാക്കിലൂടെ ജുമുഅ ഫർളാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ കിതാബിൽ ആയത്ത് കൊണ്ട് ബുഖാരി ഇമാം സമർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫിഖ്ഹൊക്കെ നമുക്ക് ഹദീസ് അർത്ഥം ശേഷം പറയാം. ഫിഖ്ഹൊക്കെ നമുക്ക് വായിക്കാം. ഫത്തുൽ മുഈൻ എന്ത് പറയുന്നു, മറ്റു കിതാബുകൾ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഒന്നാം വാളി ഓതിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മിഷ്കാത്ത് ഓതുന്നത് പോലെ ഓതിപ്പോകാതെ ഈ കിതാബിന് ചില ശൈലികളുണ്ട്. ഹദീസ് ഓതുന്നതിന് മുമ്പ് ഇപ്പോൾ ഉണ്ടോ, നമ്മൾ ബാബ് തുടങ്ങിയപ്പോൾ കിതാബ് ആദ്യം അർത്ഥം വെച്ചപ്പോൾ സ്വലാത്തൊക്കെ ചൊല്ലിയില്ലേ, ഇന്നസ്തഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹദീസ്, അങ്ങനെ സ്വലാത്തും സലാമും നമ്മൾ ചൊല്ലി, അസ്സലാത്തു വസ്സലാം അല്ല, അങ്ങനെ ഹംദും സ്വലാത്തൊക്കെ നമ്മൾ ചൊല്ലി. ഇതൊരു ശൈലിയാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഹദീസ് വായിക്കുന്നതിന് മുമ്പ് സനദ് പറയണം. അതെങ്ങനെയാണ് പറയല്? മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, എന്നാലും നമുക്കൊന്ന് പറയാം. എല്ലാവരും ഒപ്പം ചൊല്ലിക്കോളി. വബിസ്സനദിൽ മുത്തസിലി മിന്നാ ഇലാ ഹളറത്തി ശൈഖിൽ ഇമാമിൽ ഹുമാം അൽ ഹാഫിളിൽ മുത്തഖിനിൽ ഹുജ്ജത്ത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് أبي عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة بن بردزبة الجعفي البخاري الشافعي رضي الله عنه. اللهم انفعنا بعلومه في الدارين آمين يا رب العالمين. قال حدثنا أبو اليمان قال أخبرنا شعيب قال حدثنا أبو الزناد أن عبد الرحمن بن هرمز الأعرج مولى ربيعة بن الحارث حدثه أنه سمع أبا هريرة رضي الله عنه وعنهم أنه سمع رسول الله صلى الله عليه وسلم يقول نحن الآخرون السابقون يوم القيامة بيد أنهم أوتوا الكتاب من قبلنا ثم هذا يومهم الذي فرض عليهم فاختلفوا فيه فهدانا الله فالناس لنا فيه طبعا اليهود غدا والنصارى بعد غد صدق رسول الله. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, 876 ഹദീസാണ്, ഹദീസ് നമ്പർ. ബുഖാരി ഇമാം പറയാണ്, ഹദ്ദസന അബുൽ യമാൻ, നമ്മളോട് അബുൽ യമാൻ എന്നവർ ഹദീസ് പറഞ്ഞു തന്നു. കാല അബുൽ യമാൻ പറയാണ്, അഖ്ബർന ശുഐബ്, നമ്മളോട് ശുഐബ് എന്നവർ ഹദീസ് പറഞ്ഞു തന്നു. കാല ശുഐബ് എന്നവർ പറയാണ്, ഹദ്ദസന അബുസ്സിനാദ്,
അബുസിനാദ് എന്നവർ നമ്മളോട് ഹദീസ് പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ് സനദ്. ചുരുക്കി പറഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദാണ് അബുൽ യമാൻ എന്നവർ. അബുൽ യമാൻ ഉസ്താദാണ്, ബുഖാരി ഇമാം ശിഷ്യനാണ്. അപ്പോൾ ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ് അബുൽ യമാൻ, അവരുടെ ഉസ്താദാണ് ഷുഐബ് എന്നവർ, അവരുടെ ഉസ്താദാണ് അബുസിനാദ് എന്നവർ. അബ്ദുറഹ്മാൻ ഇബ്നു ഹുർമുസിൽ അഅറജ്, മൗല റബീഅത്ത് ഇബ്നുൽ ഹാരിസ്, ഇങ്ങനെ സനദ് ഇങ്ങനെ പോവുകയാണ്. അവർ പറയാണ്, ഞാൻ അബൂ ഹുറൈറ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു കേട്ടിട്ടുണ്ട്. എന്താണ് യഖൂൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹദീസിന്റെ മത്തിന് എന്താണ്? നഹനുൽ ആഖിറൂന സാബിഖൂന യൗമൽ ഖിയാമത്തി. ഇതാണ് മത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? നഹനുൽ ആഖിറൂന, നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്. ഈ യൗമിൽ ഈ ദുനിയാവിൽ ആദം നബിയുടെ ഉമ്മത്ത് വന്നു, നൂഹ് നബിയുടെ ഉമ്മത്ത് വന്നു, ഒരുപാട് പ്രവാചകന്മാരുടെ ഉമ്മത്ത് വന്നു. നഹനുൽ ആഖിറൂന, മുഹമ്മദ് നബിയുടെ നമ്മുടെ ഈ ഉമ്മത്ത്, നഹനു നമ്മളാവുന്നത് അൽ ആഖിറൂന, അവസാനം വന്ന ഉമ്മത്താണ്. ഇനി ശേഷം ഒരു നബി വരാനില്ല, നമ്മളാണ് അവസാനത്തെ ഉമ്മത്ത്. ഇനി അസ്സാബിക്കൂന, ആദ്യം വരുന്നവരാണ് യൗമുൽ ഖിയാമ, ഖിയാമ നാളിൽ. അപ്പൊ നമ്മൾ സാബിക്കു ആദ്യത്തേരുമാണ് അവസാനത്തേരുമാണ്. അവസാനത്തേന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അവസാനം വന്ന ഉമ്മത്ത് നബിയുടെ ഉമ്മത്താണ്, നമ്മുടെ ഉമ്മത്താണ്. ഇനി ഖിയാമ നാളിൽ ആദ്യം വരുന്നത് മുത്തുനബിയുടെ ഉമ്മത്താണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് 14 വാള്യമുള്ള കിതാബാണ് ഫത്ഹുൽ ബാരി. 14 വാള്യമുണ്ട്. അതിൽ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് 2-ാം വാള്യത്തിൽ 437-ാം പേജിൽ ഒരു ഹദീസ് കാണാം. നഹ്നുൽ ആഖിറൂന മിൻ അഹ്ലിദ് ദുനിയ വൽ അവ്വലൂന യൗമുൽ ഖിയാമ. കണ്ടോ മുസ്ലിമിന്റെ ഹദീസാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. ഫത്ഹുൽ ബാരിയിൽ കാണാം, പേജ് 437, 2-ാം വാള്യം. ഈ ഭാഗം വിശദീകരിച്ചിട്ട് അത് പച്ചക്കന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ദുനിയാവിൽ നമ്മൾ അവസാനത്തെ വിഭാഗമാണ്, ഉമ്മത്താണ്. എന്നാൽ വൽ അവ്വലൂന, ആദ്യ വിഭാഗമാണ് യൗമുൽ ഖിയാമത്ത്. അതന്നെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. എന്ത്? നഹ്നുൽ ആഖിറൂന സാബിഖൂന യൗമുൽ ഖിയാമ. മനസ്സിലായല്ലോ? ബൈദ എന്നാൽ അന്നഹും അവര് ഊത്തുൽ കിതാബ, കിതാബ് നൽകപ്പെട്ടു, മിൻ ഖബീന നമുക്ക് മുമ്പ്. അഥവാ തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, സുഹഫ് ഇബ്രാഹിം വ മൂസ. മൂസ നബിക്ക് ഇബ്രാഹിം നബിക്ക് സുഹഫ് ഇബ്രാഹിം വ സുഹഫ് ഇബ്രാഹിം ആയത്തില്ലേ? സുഹഫ് ഇബ്രാഹിം വ മൂസ, മൂസ നബിക്കും ഇബ്രാഹിം നബിക്കും സുഹഫ് ഏടുകൾ കൊടുത്തു, തൗറാത്ത് കൊടുത്തു. ഇങ്ങനെ പലതും. ഊത്തുൽ കിതാബ, കിതാബുകളൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീൽ പലതും മിൻ ഖബിൽന നമുക്ക് മുമ്പ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് തന്നെ പലർക്കും അത് നൽകപ്പെട്ടിട്ടുണ്ട്. സുമ്മഹാദ, പിന്നെ ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ യൗമുഹും അവരുടെയും ദിവസം തന്നെയാണ്. അതായത് അല്ലദി ഫുരിദ അലൈഹിം, അവരുടെ മേൽ ഫറലാക്കപ്പെട്ട ദിവസം തന്നെയാണ്. മുമ്പത്തെ ഉമ്മത്തിനും ഈ വെള്ളിയാഴ്ച തന്നെയാണ് ഇബാദത്തിന് പ്രത്യേകം കൊടുത്തത്. നമ്മൾ തിങ്കളും ചൊവ്വയൊക്കെ നമ്മൾ ഇബാദത്ത് എടുക്കുന്നുണ്ടെങ്കിലും പ്രത്യേകമായ ഇബാദത്ത് ദിവസങ്ങളുടെ നേതാവ് സയ്യിദുൽ അയ്യാം എന്ന് ജുമഅയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഫുരിദ അലൈഹിം, അവരുടെ മേലും ഫറലാക്കപ്പെട്ടു. നമ്മുടെ മുമ്പത്തുള്ള ഉമ്മത്തിന്റെ ആളുകൾക്കൊക്കെ വെള്ളിയാഴ്ച തന്നെയാണ് പ്രത്യേകം ഇബാദത്തിന് കൊടുത്തത്. ദുഃഖകരമെന്ന് പറയട്ടെ, ഫഖ്തലഫൂ ഫീഹി, അവരാ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. വെള്ളിയാഴ്ച ഒരു തെരഞ്ഞെടുത്തില്ല. വെള്ളിയാഴ്ച അവർക്ക് ഫറലാക്കി കൊടുത്തത്, ഫുരിദ അലൈഹിം അവരുടെ മേൽ ഫറലാക്കപ്പെട്ടത് ഈ വെള്ളിയാഴ്ച ദിവസം തന്നെയായിരുന്നു. പക്ഷേ ആ കിതാബ് നൽകിയ ആളുകൾ, തൗറാത്തും ഇഞ്ചീലൊക്കെ സ്വീകരിച്ച ആളുകൾ ഫഖ്തലഫൂ ഫീഹി, അതിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫഹദാൻ അല്ലാഹു, നമുക്ക് അല്ലാഹു വഴി കാണിച്ചു. നമുക്കൊക്കെ വെള്ളിയാഴ്ചയിൽ നിലനിർത്തി, നമ്മളെ വെള്ളിയാഴ്ച തന്നെ തുടർന്ന് പോവുകയാണ്. ഫഹദാൻ അല്ലാഹു, അല്ലാഹു നമുക്ക് വഴി കാണിച്ചു തന്നു, വെള്ളിയാഴ്ചയിൽ നിലനിർത്തി. ഫന്നാസു, മറ്റു ജനങ്ങളാകുന്നത് ലന നമ്മളോട് ഫീഹി ഈ വിഷയത്തിൽ ത്വബഅൻ തുടരുന്നവരാണ്. നമ്മൾ അന്നല്ല, നമുക്ക് ശേഷം തുടരുകയാണ് അവർ. നമ്മുടെ അതേ ദിവസമല്ല അവർ തിരഞ്ഞെടുക്കുന്നത്.
ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അൽ യഹൂദു ഗദൻ, യഹൂദികൾ ഗദൻ നാളെയാണ് തെരഞ്ഞെടുത്തത്. ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ പറഞ്ഞാൽ ശനിയാഴ്ച, നമ്മളൊക്കെ ഒന്നല്ലേ വെള്ളിയാഴ്ച. അപ്പൊ അൽ യഹൂദ്, യഹൂദികള് ഗദൻ നാളെ തെരഞ്ഞെടുത്തു, അഥവാ ശനിയാഴ്ച തെരഞ്ഞെടുത്തു. യഹൂദികൾ പറഞ്ഞ ജൂതന്മാർ. വൻ നസ്വാറ, നസ്രാനികൾ, ക്രിസ്ത്യാനികൾ ബാദ ഗദിൻ, മറ്റന്ന, നാളേക്ക് ശേഷം എന്ന് പറഞ്ഞാൽ മറ്റന്ന അഥവാ ഞായറാഴ്ച. പൽ യഹൂദ് എന്നുള്ളിടത്ത് ജൂതന്മാരെന്ന് കിതാബിൽ എഴുതി കൊടുക്കുക, ഗദൻ എന്നുള്ളതിന് നാളെ പറഞ്ഞാൽ ശനിയാഴ്ച എന്ന് കിതാബിൽ എഴുതി കൊടുക്കുക. വൻ നസ്വാറ ബഅദ ഗദിൻ, നസ്വാറ എന്നുള്ളിടത്ത് ക്രിസ്ത്യാനികൾ എഴുതി കൊടുക്കുക, ഈസാ നബിന്റെ ആളുകൾ. അപ്പൊ അവര് ബഅദ ഗദിൻ മറ്റന്നാൾ, നാളേക്ക് ശേഷം നാൾ മറ്റന്നാൾ ഞായറാഴ്ച എന്ന് എഴുതി കൊടുക്കുക. അതാണ് നേരത്തെ ഫസ്റ്റ് പറഞ്ഞത് ഫന്നാസുലനാ ഫീഹി ത്വബഉൻ, മറ്റു ജനങ്ങൾ നമ്മളോട് മുഹമ്മദിയ ഉമ്മത്തിനോട് തുടരുന്നവരാണ്. നമ്മളത്തെ ദിവസം തന്നെ അവർക്ക് ഫറലാക്കി പെട്ടുന്നത്, പക്ഷെ ഒരു പല കാരണവും പറഞ്ഞിട്ട് എന്താക്കി, വെള്ളി ഒഴിവാക്കി ശനി തെരഞ്ഞെടുത്തു. ചില വിഭാഗം ഞായർ തെരഞ്ഞെടുത്തു. ഇപ്പൊ നമ്മൾ സാധാരണ പള്ളിയിലച്ചന്മാർ വെള്ളിയാഴ്ച, ക്രിസ്ത്യാനികളൊക്കെ പള്ളിക്ക് പോണത് എന്താഴ്ചയാണ്? ഞായറാഴ്ചയാണ്. പള്ളിയിലുള്ള അവർ പ്രത്യേകമായ കുർബാനകളും ആരാധനകളൊക്കെ ക്രിസ്ത്യാനികൾ നടക്കുന്നത് എപ്പോഴാണ്? ഞായറാഴ്ചയല്ലേ. അതാണ് വൻ നസാറ, ക്രിസ്ത്യാനികൾ ബഅദ ഗദിൻ, ഞായറാഴ്ചയെ തെരഞ്ഞെടുത്തു. അപ്പൊ ആ ഹദീസ് അവിടെ പൂർത്തിയായി, ഒരു ബാബ് പൂർത്തിയായി. ഇനി രണ്ടാമത്തെ ബാബ്, ബാബു ഫദ്ലിൽ ഗുസ്ലി യൗമൽ ജുമുഅത്തി വഹൽ അല സ്വബിയ്യി ശുഹൂദ് യൗമിൽ ജുമുഅ ഔ അലൻ നിസാഇ. അതായത് ബാബു ഫദ്ലിൽ ഗുസ്ലി, കുളി അതിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന പാഠം. ബാബു ഫദ്ലിൽ ഗുസ്ലി, കുളിയുടെ ശ്രേഷ്ഠതയെ പറ്റി പറയുന്ന പാഠം. യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച. ബാബിന്റെ ഒരു പൂർത്തീകരണം വഹൽ അല സ്വബിയ്യി ശുഹൂദ് യൗമിൽ ജുമുഅത്തി ഔ അലൻ നിസാഇ. വഹൽ അല സ്വബിയ്യി, കുട്ടികളുടെ മേൽ നിർബന്ധമുണ്ടോ? ശുഹൂദിൻ, പങ്കെടുക്കൽ. യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം പങ്കെടുക്കൽ കുട്ടികൾക്ക് നിർബന്ധമുണ്ടോ? ഔ അല്ലെങ്കിൽ അലൻ നിസാഇ, സ്ത്രീകളുടെ മേൽ നിർബന്ധമുണ്ടോ? ഇതാണ് പാഠം. അപ്പൊ രണ്ട് വിഷയമാണ് പറയുന്നത്. ഒന്ന്, വെള്ളിയാഴ്ച കുളിക്കുന്നതിന്റെ മസ്അല. രണ്ട്, കുട്ടികള്, സ്ത്രീകള് ജുമുഅക്ക് പങ്കെടുക്കുന്നതിന്റെ മസ്അല. മറുപടി നമുക്കറിയാം, 4 മദ്ഹബിലും കുളിക്കല് ശക്തമായ സുന്നത്താണ് ജുമുഅ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ. അതുപോലെ കുട്ടികൾക്ക്, സ്ത്രീകൾക്കൊന്നും ജുമുഅ നിർബന്ധമില്ല. ഉംറക്കും മറ്റും പോകുന്ന സമയത്ത് സ്ത്രീകൾ പള്ളിയിലാണ് ജുമുഅ തവാഫൊക്കെ ചെയ്യുമ്പോൾ, ഉംറ ചെയ്യുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു എന്നാൽ പിന്നെ അവിടുന്ന് ജുമുഅ നിസ്കരിച്ചോട്ടെ, പിന്നെ ളുഹ്ർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾ ഏത് നിസ്കരിച്ചല്ലോ, നിർബന്ധമല്ല. അപ്പൊ ബാബു ഫദ്ലിൽ ഗുസ്ലി യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച കുളിക്കുന്നതിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന പാഠം. വഹൽ അല സ്വബിയ്യി ശുഹൂദ് യൗമൽ ജുമുഅത്തി ഔ അലൻ നിസാ, സ്ത്രീകള്, കുട്ടികള് വെള്ളിയാഴ്ച പങ്കെടുക്കൽ നിർബന്ധമുണ്ടോ? അതിന്റെ മസ്അല. ഇനി ഹദീസ് വായിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വബിസനദിൽ മുത്തസിലൊന്നും വായിക്കണ്ട. ഇനി വായിക്കുമ്പോൾ രണ്ടാമത് ഒരു ദിവസം തന്നെ ഹദീസ് വായിക്കുമ്പോൾ മേലെ നമ്മൾ വബിസനദിൽ മുത്തസിൽ എന്ന ശൈലി വായിച്ചല്ലോ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക? വബിഹി കാല ഹദ്ദസന എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ 877 ഹദീസ് എങ്ങനെ വായിക്കുക? وبه قال حدثنا عبد الله بن يوسف قال خبرنا مالك عن نافع عن عبد الله بن عمر رضي الله عنهما ورضي الله عنهم أن رسول الله صلى الله عليه وسلم قال إذا جاء أحدكم الجمعة فليغتسل. ബുഖാരിമ പറയാണ് ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ യൂസുഫ്, നമ്മളോട് അബ്ദുല്ല എന്നവർ ഹദീസ് പറഞ്ഞു. അപ്പോൾ ബുഖാരി ഇമാമിന്റെ ഉസ്താദ് അബ്ദുല്ല എന്നവരാണ്, അവരുടെ ഉസ്താദ് മാലിക് എന്നവരാണ്. കാരണം കാല എന്ന് പറഞ്ഞാൽ അബ്ദുല്ല എന്നവർ പറഞ്ഞു, അഖ്ബർന നമ്മളോട് ഹദീസ് പറഞ്ഞു മാലിക് എന്നവർ. അപ്പം ബുഖാരി ഇമാമിന്റെ ഉസ്താദ് അബ്ദുല്ല എന്നവർ, അവരുടെ ഉസ്താദ് മാലിക് എന്നവർ, അവരുടെ ഉസ്താദ് നാഫി എന്നവർ, അവരുടെ ഉസ്താദ് സ്വഹാബിയായ അബ്ദുല്ല എന്നവർ, അവരുടെ ഉസ്താദ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ജാഅ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വന്നാൽ, അൽ ജുമുഅത്ത വെള്ളിയാഴ്ച ദിവസം വരാൻ ഉദ്ദേശിച്ചാൽ, ഫല്യഗ്തസിൽ അവൻ കുളിക്കട്ടെ. അപ്പോൾ കുളിക്കണം പ്രോത്സാഹിപ്പിച്ചു, കൽപ്പന ഉണ്ടല്ലോ. അപ്പോൾ അത് സുന്നത്തിനാണ്. 4 മദ്ഹബും പറയുന്നു ശക്തമായ സുന്നത്താണ്.
ഇനി അടുത്ത് നീണ്ട ഒരു ഹദീസ്. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് നമ്പർ 878. വബിഹി ഖാല ഹദ്ദസന അങ്ങനെ വായിച്ചാണ്. അപ്പോൾ വബിഹി എന്ന് പറഞ്ഞാൽ ഐ വബിസനദിൽ മുത്തസിലി എന്നുള്ള വബിസനദില്ലദി ഇത്തസല എന്നുള്ള മേലത്താർ ആ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വബിഹി ഖാല ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അസ്മാ قال أخبرنا جويرية عن مالك عن الزهري عن سالم بن عبد الله بن عمر عن ابن عمر رضي الله عنهما وعنهم. ദീർഘമായ ചരിത്രമാണ്, സംഭവമാണ്. നോക്കി, ബുഖാരി ഇമാമിന്റെ ഉസ്താദ് അബ്ദുള്ള എന്നവര്, അവര് മുഹമ്മദ് എന്നവരുടെ മകനാണ്, അസ്മ എന്നവരുടെ പേരക്കുട്ടിയാണ്. അപ്പോൾ ബുഖാരി ഇമാമിന്റെ ഉസ്താദ് അബ്ദുള്ള എന്നവര്, അവരുടെ ഉസ്താദ് ജുവൈരിയ, അവര് മാലിക് എന്നവരെ തൊട്ട്, അവരുടെ ഉസ്താദ് സുഹരി എന്നവർ, സുഹരി ഇമാമ, അവരുടെ ഉസ്താദ് സാലിം എന്നവര്, അവരുടെ ഉസ്താദ് ഇബ്നു ഉമർ അന്ന ഉമർ ബിൻ ഖത്താബ്, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബൈനമാ ഹുവ ഖായിമുൻ ഫിൽ ഖുതുബത്തി യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം ഖുതുബയിൽ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ നീച്ചു നിൽക്കുകയാണ്, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ബൈനമാ ഹുവ ഖായിമുൻ, ഞങ്ങൾക്കിടയിൽ നിൽക്കുന്നവനാണ്, ഫിൽ ഖുതുബത്തി, പ്രഭാഷണത്തിൽ, ഖുതുബയിൽ, യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ചയിലെ പ്രസംഗത്തിലാണ്, ഖുതുബയിലാണ്, ഔദ്യോഗിക ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖുതുബ നടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചരിത്രമാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ സമയത്ത് ദഖല റജുലുൻ, ഒരു മനുഷ്യൻ പ്രവേശിച്ചു, മിനൽ മുഹാജിരീന, മുഹാജിരിങ്ങളിൽപ്പെട്ട, അൽ അവ്വലീൻ, തുടക്കക്കാരായ, പ്രഥമ മുഹാജിരിൽപ്പെട്ട, ആദ്യകാലത്ത് ഹിജറ വന്ന ഒരു മനുഷ്യൻ പ്രവേശിച്ചു. മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹാബത്തിൽപ്പെട്ട, തുടക്കത്തിലെ മുഹാജിറായി വന്ന പല ആളുകളിൽപ്പെട്ട, മുഹാജിരിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രവേശിച്ചു. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശറഹിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ആ സമയത്ത് റജുൽ വന്നു. ആ റജുൽ ആരാണെന്ന് ഫതുഹുൽ ബാരിയിൽ പേജ് 442 ലാസ്റ്റ് വരിയിൽ എഴുതിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണത്. അപ്പോൾ ദഖല റജുൽ എന്ന് പറഞ്ഞാൽ അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഖുത്ബ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഫനാദാഹു ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, ഹു, ആ റജുലിനെ, ആ മഹൽ വ്യക്തിത്വത്തെ വിളിച്ചു. ഹു എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. നാദാഹു ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, അയ്യത്തു സാഅത്തിൻ ഹാദിഹി, ഈ സമയത്താണോ വരുന്നത്? അയ്യത്തു സാഅത്തിൻ ഹാദി, ഏത് സമയത്താണത്? അയ്യത്തു സാഅത്തിൻ ഹാദിഹി, ഈ സമയത്താണോ അങ്ങ് വരുന്നത്? ഖാല, ആ റജുൽ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ശുഗിൽതു ഫലം അൻഖലിബ് ഇലാ അഹ്ലി ഹത്താ സമിഅതു തഅദീന. ഇന്നി ശുഗിൽതു, ഞാനൊരു ജോലിയിൽ അകപ്പെട്ടു പോയി, ഞാൻ ചെറിയൊരു പണിത്തിരക്കിലായിപ്പോയി, വർക്കിലായിപ്പോയി. ഫലം അൻഖലിബ്, ഞാൻ മടങ്ങിയിട്ടില്ല, ഇലാ അഹ്ലിഹി, എൻ്റെ കുടുംബത്തിലേക്ക്, ഹത്താ സമിഅതു തഅദീന, ഞാൻ ബാങ്ക് കേൾക്കുന്നത് വരെ. അപ്പൊ ഞാൻ പണി കഴിഞ്ഞ് നേരെ പോന്നിക്കുകയാണ്, പെരേക്ക് പോയിട്ടില്ല, കുളിക്കാൻ പോയിട്ടില്ല. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ആ റജുൽ പറയാണ്, ഹത്താ സമിഅതു തഅദീന എന്ന് മനസ്സിലായല്ലോ, ബാങ്ക് കേൾക്കുന്നത് വരെ ഞാൻ വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ല, വീട്ടിലേക്ക് മടങ്ങാൻ സാധിച്ചിട്ടില്ല. ഫലം അസിദ്, ഞാൻ അധികാക്കിയിട്ടില്ല, അൻ തവല്ലഅതു, ഒതുണ്ടാക്കുന്നതിനേക്കാളും അധികം ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒതുണ്ടാക്കിക്കൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആള് ഹീറ്റായി പോയി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വൽ വുളൂ ഐദൻ, വുളൂ മാത്രം എടുത്തിട്ടുള്ളൂ നിങ്ങൾ? നേരം വെഗ്ഗി വരിക എന്നുള്ളതൊരു മൈനസ് ഇപ്പം നിങ്ങളുടെ അടുത്തുണ്ടായി. ഇനിയിപ്പോൾ കുളിച്ചിട്ടുമില്ലേ? വൽ വുളൂ ഐദൻ, വുളൂ മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ? പടച്ചോനെ, സുന്നത്ത് ഒഴിവാക്കിയോ? ഒന്ന് വൈകി വന്നു, ഒരു തെറ്റായിപ്പോയി. രണ്ടോ, കുളിച്ചിട്ടുമില്ല. ഈ രണ്ട് തെറ്റും ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. വൽ വുളൂ ഐദൻ, വുളൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കുളിച്ചിട്ടില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് മിമ്പറിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വഖദ് അലിംത, അങ്ങേക്ക് അറിയില്ലേ, അന്ന റസൂലല്ലാഹി, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാന യഉമറു ബിൽ ഗുസ്ലി, കുളി കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്,
എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ആ റജുലിനോട് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഇതല്ലാത്ത ഹദീസാണ്, അത്രയും അതിൻ്റെ ശ്രേഷ്ഠതയാണ്, കുളിക്കണം, അനിവാര്യതയാണ്, ശക്തമായ സുന്നത്താണ് എന്നാണ് ഉമർ റളിയല്ലാഹു പറയുന്നത്. അപ്പോൾ ആ ഹദീസ് അവിടെ പൂർത്തിയായി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ പറഞ്ഞു എന്ന ഹദീസ്. ഇവിടെ എന്തൊക്കെ മനസ്സിലായി? കുളി നിർബന്ധമല്ല എന്നാണ് കിട്ടിയത്. കാരണം കുളി നിർബന്ധമാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു കുളിച്ചിട്ടല്ലേ വരുള്ളൂ. കുളി നിർബന്ധമാണെങ്കിൽ ഉമർ റളിയല്ലാഹു മടക്കി പറഞ്ഞേക്കുമല്ലോ. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ കുളിക്കണം തന്നെയാണ്, പക്ഷെ നിർബന്ധമല്ല. നിർബന്ധമാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു കുളിക്കാതെ വരും ഇല്ല. നിർബന്ധമാണെങ്കിൽ ഉമർ റളിയല്ലാഹു മടക്കി പറഞ്ഞേക്കൂലേ. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അതിൻ്റെ ശക്തമായ സുന്നത്താണെന്ന് അറിയിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഹദീസ് 879. وبه قال حدثنا عبد الله بن يوسف قال أخبرنا مالك عن صفوان بن سليم عن عطاء بن يسار عن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال غسل يوم الجمعة واجب على كل محتلم. ബുഖാരി ഇമാം സനദ് അറിയാം, മനസ്സിലായല്ലോ. ബുഖാരി ഇമാമിൻ്റെ ഉസ്താദ് അബ്ദുള്ള എന്നവർ, അവരുടെ ഉസ്താദ് മാലിക് എന്നവർ, അവരുടെ ഉസ്താദ് സഫ്വാൻ എന്നവർ, അവരുടെ ഉസ്താദ് അത്താ എന്നവർ, അവരുടെ ഉസ്താദ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അവർ സ്വഹാബിയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മുത്തുനബി തങ്ങൾ അരുൾ ചെയ്തു, ഗുസ്ലു യൗമിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസത്തിലെ കുളിയാവുന്നത് വാജിബുൻ നിർബന്ധമാണ്, അലാ കുല്ലി മുഹ്തലിമിൻ എല്ലാ പ്രായപൂർത്തിയായ ആളുകളുടെ മേലും കുളി നിർബന്ധമാണ്. അപ്പൊ ഹദീസ് പൂർത്തിയായി. ഇപ്പൊ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഇവിടെ അനിവാര്യമാണെന്നുള്ള അർത്ഥമാണ്. വാജിബിന്റെ മാനയല്ല, ഒരു പൂർണ്ണതയുടെ കമാലിയത്തിന്റെ ഭാഗത്തിലൂടെയാണ് പറയുന്നത് കേട്ടോ. കാരണം ഫതുഹുൽ മുഈനിലൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞല്ലോ ആർക്കാണ് കുളി അനിവാര്യമായിട്ടുള്ളത്. അവിടെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് കുളി സുന്നത്തുള്ളത് ജുമുഅ ഉദ്ദേശിക്കുന്ന ആൾക്കാണ്. അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകളുടെ വിഷയം ഹദീസിൽ വന്നിട്ടില്ല. സ്ത്രീകൾ പങ്കെടുക്കണോ വേണ്ടതെന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് മനസ്സിലായി. അലാ കുല്ലി മുഹത്തലിമിൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പുരുഷന്മാർ പെട്ടു, സ്ത്രീകൾ പെട്ടിട്ടില്ല. ഇതിന് ശേഷം വിശദീകരണം വരും. കാരണം ഫതുഹുൽ മുഈനിലൊക്കെ ശരിക്കും പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്ത് തജിബു ജുമുഅത്തുൻ അലാ കുല്ലി മുകല്ലഫിൻ ബാലിഗിൻ ആക്കിലിൻ ദക്കരിൻ ഹുദ്ദിൻ. ബാലിഗ്, ആക്കില്, പുരുഷന്മാര്, സ്വതന്ത്രർ, അഥവാ മുക്കല്ലഫിന്റെ മേൽ, ഹുറിന്റെ മേലെ, ദക്കറിന്റെ മേലെ ജുമുഅ നിർബന്ധമുള്ളൂ. അപ്പം എന്ത് കിട്ടി? ഇനി മുഹ്തറസാത്ത് ഫലാ തൽസമു അലാ ഉൻസ വഖുൻസ, സ്ത്രീകൾക്കും മറ്റു വിഭാഗത്തിനൊന്നും സ്ത്രീകൾക്കൊന്നും ഫലാ തൽസമു ജുമുഅ നിർബന്ധമല്ല കേട്ടോ, പുരുഷന്മാർക്കുള്ളൂ. ഫിഖ് അതാണ്. അതുതന്നെയാണ് ഇവിടെ ഹദീസിലൂടെ ബുഖാരി ഇമാം സമർത്ഥിക്കുന്നത്. മാത്രമല്ല ജുമുഅയുടെ കുളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മസ്അല, ജുമുഅ ദിവസം കുളിക്കൽ സുന്നത്താണ്. അതിനാർക്ക്? ജുമുഅക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാണ് കുളി സുന്നത്ത് എന്നാണ് പ്രബലമായ വീക്ഷണം. പ്രബലമായ മുഅ്തമദായ അഭിപ്രായം എങ്ങനെയാണ്? ഇനി ജുമുഅക്ക് പോകാൻ ഉദ്ദേശിച്ചത് ജുമുഅ നിർബന്ധമില്ലാത്ത ആൾക്കാണെങ്കിലും കുളി സുന്നത്താണ്. വെള്ളിയാഴ്ച ഫജ്ർ സ്വാദിക്ക് ഒളിവായ സുബ്ഹി മുതലാണ് കുളിയുടെ സമയം പ്രവേശിക്കുന്നത്. മനസ്സിലായി? നിസ്ഫുല്ലൈലി മുതൽ കുളിച്ചാലും പറ്റുമെന്നൊക്കെ സുന്നത്ത് ലഭിക്കുമെന്ന് ഇമാമികൾ എഴുതി വെച്ചിട്ടുണ്ട്. യാനത്തിലും മറ്റും കാണാം. അള്ളാഹു നാഫിയായ ഇൽമ് നൽകട്ടെ. ഇന്ന് തുടക്ക ദിവസമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നമ്മുടെ കിതാബിന്റെ പേര് അൽ ജാമിഉ സ്വഹീഹുൽ മുസ്നദുൽ മുഖ്തസറു മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ റസൂലില്ലാഹി വസുനനിഹി വയ്യാമി എന്നാണ് കിതാബിന്റെ പൂർണ്ണമായ പേര് കേട്ടില്ലേ. ഏകദേശം 10-16 വർഷം കൊണ്ടാണ് ബുഖാരി എഴുതിയിട്ടുള്ളത്. 20 വർഷം ബുഖാരി ദർസ് നടത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾ, 90,000-ലധികം ആളുകൾ
ബുഖാരിയിൽ നിന്ന് ഈ കിതാബ് സ്വഹീൽ ബുഖാരി ഓതി പഠിച്ചിട്ടുണ്ട്. ബുഖാരി അവൻ്റെ ജനനം, മരണം, താരീഖുകൾ, ചരിത്രങ്ങളൊക്കെ മുഖ്തസറിൽ ബുഖാരിയുടെ ആദ്യ സബുക്കുകളിൽ ആദ്യത്തെ 10 സബുക്കുകളും ആമുഖമാണ്. വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളെ സംബന്ധിച്ച് മറ്റെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒരൽപ്പം പറയാം, നിങ്ങളുടെ അഭിപ്രായം പോലെ. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ വന്ന ചോദ്യോത്തരങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയും. ഇന്നത്തെ സബക്കിൽ വന്ന ചോദ്യോത്തരങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയും. നോട്ട് എഴുതുക. ചോദ്യോത്തരങ്ങളൊക്കെ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസിൽ അടുത്ത 2ാമത്തെ സബക്കിൽ വരും. അപ്പോൾ എഴുതുക. ഇപ്പോൾ കേട്ട ക്ലാസ്സിൻ്റെ ചുരുക്കമൊക്കെ നോട്ട് ബുക്കിൽ എല്ലാവരും എഴുതുക. കിതാബ് വെച്ച് ക്ലാസ് കേൾക്കുക. മുസന്നിഫ് മശായിഖിന്റെ മേൽ ഫാത്തിഹ ഓതുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.